ഹലോ ഹലോ. ഇന്ന് ഞങ്ങള് ജർമ്മനിയിൽ പണി തീരാത്തൊരു പള്ളിയുണ്ട്. വർഷങ്ങളായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. അതിന്റെ പണി തീരുമ്പം ലോകം അവസാനിക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. നമ്മള് അതിന്റെ സ്ഥലം എവിടെയാ? കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പൊ ഞങ്ങൾ രാവിലെ ഇവിടെ 5:55 ആയതേ ഉള്ളൂ. രാവിലത്തെ ട്രെയിൻ എടുത്ത് പോയാലേ ഞങ്ങൾ അവിടെ എത്തുള്ളൂ. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ ഞങ്ങൾ പതുക്കെ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഒരു 5 മണിക്കൂറുണ്ട്. ഇതുകൊണ്ട് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു വലിയൊരു പുഴയാണ് കാണുന്നത്. നല്ല ഫെറി സർവീസ് ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് എന്ത് സർവീസ്? ഫെറി സർവീസ്. സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്, ഓയിൽ, ഗ്യാസ്, അങ്ങനത്തെ പിന്നെ കണ്ടെയ്നറുകളൊക്കെ ഉണ്ട്. അങ്ങനെ 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാണാൻ വന്ന പള്ളിയുടെ അവിടെ ഭയങ്കര ഒരു സംഭവം. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളീൻ്റെ ഉള്ളിലോട്ട് പോവാണ്. പക്ഷേ ഇത് 4 വശത്തുനിന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് ഉള്ളിലോട്ട് കയറാം. ഒത്തിരി രാജ്യത്തെ ആൾക്കാരാണ്. ഇത് ജർമ്മനിലെ ആൾക്കാർ മാത്രമല്ല, പല പല ലോകത്തിലുള്ള പല രാജ്യത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടോ, പള്ളിയുടെ പണി നടക്കുന്നതായിട്ട് അവിടെ അവർ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ പൂർത്തിയായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ പൂർത്തിയായിട്ടുണ്ട്. ചില നേരം പക്ഷെ അവരത് പറയുന്നില്ല. കാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിശ്വാസം അവർക്ക് ഇത് അവസാനിക്കുന്നതായിട്ട്, ലോകം അവസാനിക്കുന്നതാണ് ഇവരുടെ ഒരു വിശ്വാസത്തിൽ ഇവർ പറയുന്നത്. പക്ഷെ ഇപ്പോഴും പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ 1248 ഒരു ആർച്ച് ബിഷപ്പാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതായത് എത്രയോ വർഷം, ഒന്ന് ഓർത്ത് നോക്കി, എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് പണിതത്. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഇത് പണി നിർത്തിവെച്ച് പിന്നീട് അവര് 300 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പണി തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട് ഭാഗത്തെത്തി ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറി പോകാം. നമുക്കത് അവിടെ ഇനി ഉള്ളിലോട്ട് പോയിട്ടുള്ള കാഴ്ചകളാണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത്. ഒത്തിരി ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാണ്. നല്ല ഭംഗിയാണ് ജനലുകളൊക്കെ. അതായത് ഇത് ബൈബിൾ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ ജനലുകളിൽ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പുറത്തുനിന്നുള്ള വെട്ടം മാത്രമാണ് ഈ കാണുന്നത്. അപ്പൊ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ വെട്ടം ഉള്ളിലോട്ട് കയറും. പിന്നെ ഇതിന്റെ ഹിസ്റ്ററി ഞങ്ങൾ പറഞ്ഞു തീർത്തില്ലല്ലോ. അതായത് പിന്നീട് ഇത് പണി തുടങ്ങി, പിന്നെ കുറെ വർഷം, 300 വർഷത്തോളം ഇത് പണി അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് അത് പുനർക്രമീകരിച്ച് തുടങ്ങി. ഏകദേശം ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ 600 വർഷം എടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് പൂർത്തീകരിച്ചോന്ന് ചോദിച്ചാൽ പൂർത്തീകരിച്ചു, പക്ഷെ ഇല്ലാന്നും പറയപ്പെടുന്നു. ഇത് പണിതേക്കുന്നത് ഗോത്തിക് വാസ്തുവിദ്യയിലാണ് ഇതിന്റെ പണി കഴിപ്പിച്ചേക്കുന്നത്. സത്യം പറഞ്ഞ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് അത് വീക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അൾത്താരയാണ് കാണുന്നത്. പിന്നെ അൾത്താരയുടെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് മാതാവിന്, ഈശോനെ, എന്തൊക്കെയോ പെയിന്റുകളൊക്കെ വർക്കിംഗ് ഒക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ സ്ഥലമുണ്ട്, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഇനി ഞങ്ങൾ താഴോട്ട് ഒരു നിലവറയുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇത് പണി കഴിപ്പിക്കാൻ വേണ്ടി പിന്നെ ഇത് ഏറ്റെടുത്ത് ചെയ്ത ബിഷപ്പുമാരെയൊക്കെ ഇവിടെയാണോ അടക്കം ചെയ്തതെന്ന് എനിക്ക് കാരണം വായിച്ചു നോക്കാൻ പറ്റിയില്ല. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നിങ്ങനെ നോക്കി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നു. ആ ബിഷപ്പുമാരെയൊക്കെ ഇവിടെയാണ് അടക്കേക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു മെഴുകുതിരി സ്റ്റാൻഡ് ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ മുകളിലെത്തി. ഇപ്പം നിങ്ങൾ ഈ ഗോൾഡിൽ കാണുന്ന ഈ സാധനം, ഇത് 3 പിന്നെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഇതാണ്. അതായത് ഇവിടുത്തെ സ്വർണ്ണപ്പെട്ടി, ശവപ്പെട്ടി എന്നാണ് ഇവരിത് പറയുന്നത്. അതായത് നമ്മുടെ ഉണ്ണീശോനെ കാണാൻ വേണ്ടി 3 രാജാക്കന്മാര് 3 ദിക്കുകളിൽ നിന്നായിട്ട് വന്നായിട്ട് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ, ആ രാജാക്കന്മാരുടെ തിരുശേഷിപ്പാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് ക്രിസ്ത്യാനികൾക്ക് തിരുശേഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷെ അതായത് ഇവരുടെ ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളോ അത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ വെക്കാറുണ്ട്. വെച്ചിട്ട് പിന്നെ അവർ വഴി ഈശോനോട് മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ജ്ഞാനികളായ ആ 3 രാജാക്കന്മാരുടെ അവശിഷ്ടങ്ങൾ വെച്ചേക്കുന്ന സ്വർണ്ണപ്പെട്ടിയാണ് ഈ കാണുന്നത്. ഇത്
ഒരു രാജാവ്, പണ്ട് ജർമ്മനിയിലെ ഒരു രാജാവ് ഇത് ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഇവിടെ അത് സ്ഥാപിച്ചേക്കുന്നത്. ഇത് ഫുള്ള് ഗോൾഡിലും ഡയമണ്ട്സിലൊക്കെയാണ് പണിത് വെച്ചിരിക്കുന്നത്. കണ്ടോ, സൂം ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ഒത്തിരി കല്ലുകളുണ്ട് ഗോൾഡൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇത് ഫുള്ളൊരു കവചത്തിനകത്താണ് ഇങ്ങനെ കമ്പി കൊണ്ടൊക്കെ ഉള്ള കവചത്തിലാണ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കങ്ങനെ ഡയറക്റ്റ് ഇത് തൊടാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പുറത്തുനിന്ന് നോക്കാം. നമ്മൾ ഈ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ക്യാമറയിൽ ഒപ്പിയെടുത്ത രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഈ രാജാക്കന്മാരോട് എല്ലാവരും ഇത് കാണുക മാത്രമല്ല കേട്ടോ, എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രാജാക്കന്മാരുടെ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ജ്ഞാനികളായ രാജാക്കന്മാരാണല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പം പള്ളിയുടെ ഇങ്ങനെ പല പല ഭാഗങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് കണ്ണുകൾക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൈലൻ്റ് ആണ്. ഒരു ഒച്ചപ്പാടും ഇല്ല, ബഹളവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാഴ്ചകൾ കാണുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഇത് നമ്മുടെ ഗ്ലാസിൻ്റെ ജനലാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് മുന്നോട്ട് പോയപ്പം ഇതുണ്ടോ, ഈ തറയിൽ ഇങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. എന്തൊക്കെയോ പടങ്ങളൊക്കെയാണത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ ഒരു സംഗീത ഉപകരണമാണ്. ഈ സംഗീത ഉപകരണം 20-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരാളാണ് നിന്ന് വായിക്കുന്നത്. കീബോർഡുകളും പാദങ്ങളൊക്കെ ചലിപ്പിച്ചാണ് വായിക്കുന്നത്. പക്ഷേ ഇത് ഒരാൾ വായിക്കുന്നെങ്കിലും ഒത്തിരി പേര് വായിക്കുന്ന പോലെയാണ് ഇത് മുഴുങ്ങി കേൾക്കുന്നത്. ഇത് ഒരു പൈപ്പ് ലൈനിൽ കൂടെ എയർ കടത്തി വിട്ടാണ് ഇതിൻ്റെ ശബ്ദം മുകളിലോട്ട് ചെല്ലുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വലിയ ദേവാലയങ്ങളിലെല്ലാം പണ്ട് കാലത്ത് ഇവർ ഈ സംഗീത ഉപകരണമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മിക്ക പള്ളികളിലും മുകളിലാണ് ഈ ഓർഗണൊക്കെ അവർ ഫിറ്റ് ചെയ്ത് വായിക്കുന്നത്. നമുക്ക് പാട്ട് പാടുന്നവരെയൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് കുറേ രൂപങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞങ്ങൾ ഉള്ളിലൊന്ന് കയറി ഈ കാണുന്നത് അവിടുത്തെ ഒരു ദിവ്യകാരുണ്യ ഈശോനെ ഒരു ക്രൂശിത രൂപത്തെയും പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നതാണ്. അവിടെ കയറി ഞങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചു. അവിടുത്തെ കൊത്തുപണികളൊക്കെയാണ് ഈ കാണുന്നത്, അതിൻ്റെ സൈഡിൽ കൂടെ വെച്ചിരിക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മാതാവിൻ്റെയും ഉണ്ണീശോനെയും രാജ്ഞിയായി മുടിധരിപ്പിച്ച മാതാവിനെയും ഉണ്ണീശോനെ കിരീടധാരിയായ ഉണ്ണീശോനെ കാണുന്നുണ്ട്. അതിൻ്റെ മാതാവിൻ്റെ ഉടുപ്പിൽ കണ്ടോ ഈ കല്ലുകളും ഈ മാലകളൊക്കെ പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചവർ നേർച്ചയായി കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ മാതാവിൻ്റെ ഉടുപ്പയിൽ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഈ സാധനങ്ങളെല്ലാം ഒറിജിനൽ പേള്, ഗോൾഡ്, ഡയമണ്ടിലോട്ടൊക്കെ ആൾക്കാർ കൊണ്ട് പതിപ്പിച്ചേക്കുന്നത്, നേർച്ച വസ്തു കൊടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ക്യാമറമാൻ ഒപ്പിയെടുത്ത ഒരു കാക്കയുടെ കണ്ടില്ലേ നിങ്ങൾ, അതൊരു ബൈബിൾ സ്റ്റാൻഡാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഇത് നമ്മുടെ ഗോപുരത്തിന്റെ മുകളിൽ വെക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചേക്കുന്നതാണ്. പണി തീർന്നിട്ടില്ല ഗൈസ്, ഇതുവരെയായിട്ടും പണി തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയാണ്, കയറാൻ ഒരു വഴി. ഇത് കണ്ടോ, എന്താ ബലം, പിച്ചളയിലാണ്. അങ്ങനെ ആർക്കും കയറാനൊന്നും പറ്റത്തില്ല. അവർ നല്ല അടിപൊളിയായിട്ട് ലോക്കൊക്കെ ഉണ്ട്. കയറ്റി വിടുന്നിടത്ത് ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. പിന്നെ ഈ പുറത്തെ കാഴ്ച കേട്ടോ ഇത് കാണുന്നത്. ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നല്ല കാഴ്ചകളും നല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചേച്ചി വന്നു. ചേച്ചി പുറകിൽ നിന്ന് ഭയങ്കര സെൽഫി എടുക്കാനാണ്. ചേച്ചിക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ക്യാമറമാൻ്റെ വൈഫിനോടൊപ്പം കുറച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിഞ്ഞും മറിഞ്ഞൊക്കെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ചേച്ചിയും ഒട്ടും മോശക്കാരിയല്ല, ചേച്ചിയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കെട്ടിടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്നും കൂടെ ആസ്വദിച്ചു. സത്യത്തിൽ പണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു. അത് കഴിഞ്ഞ് പല കെട്ടിടങ്ങളും വന്നു. ഒത്തിരി വർഷമായില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് അവിടെ പറപ്പിക്കുന്ന ബബിൾസ് എല്ലാം പറപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അതിൻ്റെ തണുപ്പൊക്കെ കൊണ്ട് 1-2 തണുപ്പൊക്കെ മുഖത്തൊക്കെ വീണു. അതൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിച്ചു, കയറി ഓടി പോവാണ്. ഇല്ലെങ്കിൽ ഇനി താമസിച്ച് ഞങ്ങൾക്ക് ഇനി വേറെ ട്രെയിൻ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി പോകുന്ന വഴിക്കും ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് പിന്നെ വലിയ ക്ഷീണമൊന്നുമില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി ക്യാമറമാനോടൊപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ക്യാമറമാൻ ജോഫി ഫ്രാൻസിസിനോടൊപ്പം റിൻഡ ജോഫി.